നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രശസ്തമായ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനത്തിൽ ഡ്രോൺ വന്നിടിച്ചു. ലാസ് വെഗാസിൽ നിന്നും ന്യൂയോർക്കിലേക്ക് വരികയായിരുന്ന ജെറ്റ് ബ്ലൂ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 948 എന്ന എയർബസ് A321 വിമാനത്തിലാണ് ഡ്രോൺ ഇടിച്ചത്. തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം 7:15 കൂടിയായിരുന്നു രാജ്യം ഞെട്ടിയ ഈ സംഭവം. വിമാനം പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനാൽ വൻ ദുരിതമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ആകാശത്ത് ഏകദേശം 3000 അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ കോക്പിറ്റിന് തൊട്ടു മുകളിലായി ഡ്രോൺ വന്നിടിച്ചുവെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറിനെ അടിയന്തരമായി അറിയിക്കുകയായിരുന്നു. വിമാനം റൺവേ ലക്ഷ്യമാക്കി താഴ്ന്നു പറക്കുന്നതിനിടെയാണ് കോക്പിറ്റിന് മുകളിൽ ഡ്രോൺ വന്നിടിച്ചതായി പൈലറ്റ് സന്ദേശം നൽകിയത്. വിമാനത്താവള അധികൃതർ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചുവെങ്കിലും അപകടം നടന്ന മിനിറ്റുകൾക്കകം വിമാനം JFK വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ലാൻഡിംഗിന് ശേഷം എയർലൈൻ അധികൃതർ നടത്തിയ വിശദമായ സാങ്കേതിക പരിശോധനയിൽ വിമാനത്തിന് ബാഹ്യമായി യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 3000 അടി ഉയരത്തിൽ വെച്ച് കോക്പിറ്റിന് മുകളിൽ ആഘാതം. വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള അധികൃതർ ഡ്രോൺ പറത്തൽ കനത്ത സുരക്ഷാ ഭീഷണിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അമേരിക്കൻ വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങൾക്ക് സമീപം കൃത്യമായ അനുമതി ഇല്ലാതെ ഡ്രോണുകൾ പറക്കുന്നത് അതീവ അപകടകരവും നിയമവിരുദ്ധവുമാണെന്ന് FAA നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളാണ് ഏർപ്പെടുന്നവർക്ക് കനത്ത പിഴയും കഠിന തടവ് ശിക്ഷയും ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിലെ തന്നെ നെവാർക്ക് ലിബർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം യുണൈറ്റഡ് എയർലൈൻസ് വിമാനവും ഡ്രോണുമായി കൂട്ടിയിടിച്ചിരുന്നു. അന്നും തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. വിമാനത്താവളങ്ങൾക്ക് സമീപം വർദ്ധിച്ചു വരുന്ന ഇത്തരം അനധികൃത ഡ്രോൺ പറത്തലുകൾ ആഗോള വ്യോമയാന മേഖലയ്ക്ക് തന്നെ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്.